സർക്കാരിൻ്റേത് പൊള്ളയായ ബജറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ പരിഗണിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനമല്ല ഉണ്ടായത്. നികുതി പിരിവിൽ സർക്കാർ പരാജയമാണെന്നും കിഫ്ബി എന്ന വെള്ളാനയെ സർക്കാർ പോറ്റുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. യഥാർത്ഥത്തിൽ ഇത് പൊള്ളയായ ഒരു ബജറ്റാണ്. കാരണം നിലവിലെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്, സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച്, ധനസ്ഥിതിയെക്കുറിച്ചുള്ള യാതൊരുവിധ പരിഗണനയും ഇല്ലാതെ പൊള്ളയായ വാക്കുകൾ കൊണ്ടുള്ള ഒരു നിർമ്മിതിയാണ് ഈ ബജറ്റ്. ഫെയർവെൽ ബജറ്റാണ്, ഗുഡ് ബൈ പറഞ്ഞു പോകുന്ന ബജറ്റാണ്. കേരളത്തെ ദുരന്തത്തിൻ്റെ കാണാക്കയത്തിലേക്ക് തള്ളിയിട്ടിട്ട് പോകുന്ന പോക്കാണ്. ഭൂനികുതിയൊന്നും വർദ്ധിപ്പിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷെ 50% വർധനമാണ് ഭൂനികുതിയിൽ. ഏറ്റവും സാധാരണക്കാരായ പാവപ്പെട്ട ആളുകളെ പിഴിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവർക്ക് വേറെ ഒരു മേഖലയില്ല. അതായത് നികുതി വരുമാനത്തിൻ്റെ വളർച്ചയുടെ കണക്ക് പറഞ്ഞിരിക്കുന്നത് തന്നെ കബളിപ്പിച്ചിരിക്കുകയാണ്. നികുതി വരുമാനം ഗൗരവതരമായി വർദ്ധിക്കുന്നില്ല. 50% പ്ലാൻ കട്ട് ചെയ്തിട്ട് 2000 കോടി പ്ലാൻ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിൽ യുക്തി എന്താണ്? കേട്ടാൽ ചിരിച്ചു നമ്മൾ. കേരളത്തെ യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ 3-4 വർഷക്കാലത്തെ ഭരണം കേരളത്തെ 10-20 വർഷം പിന്നോട്ട് വലിക്കുകയാണ്. കിഫ്ബി എന്നുള്ളൊരു വെള്ളാനെ വേറെ പോറ്റുമാണ് സർക്കാർ. എന്ത് അഡ്വാൻറ്റേജാണ് കിഫ്ബി കൊണ്ടുണ്ടായത്? ഈ കിഫ്ബിയിൽ നടത്തിയിരുന്ന മുഴുവൻ പ്രോജക്റ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ PWDക്കും ഇറിഗേഷനും ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകൾക്കും നടത്താമായിരുന്നു.